ആശുപത്രി ക്യാൻറ്റീനിലെ ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തി. കൊല്ലം എൻഎസ് സഹകരണ ആശുപത്രിയിലാണ് സംഭവം. ചികിത്സയിലായിരുന്ന യുവാവ് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയ ദോശയും സാമ്പാറും കഴിക്കുമ്പോഴാണ് ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടത്. ക്യാൻസർ രോഗിയായ കരിക്കോട് സ്വദേശി അൽഫാസിനെ ഭക്ഷണം കഴിച്ച ശേഷം വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയിലാണ്. സംഭവം ക്യാൻറ്റീൻ ജീവനക്കാരോടും ആശുപത്രി അധികൃതരോടും പറഞ്ഞപ്പോൾ മോശം അനുഭവം ഉണ്ടായതായും കുടുംബം. വിശദാംശങ്ങളുമായി കൊല്ലത്തു നിന്നും മനോജ് ചേരുകയാണ്. മനോജ്, ആശുപത്രിയിലെ ക്യാൻറ്റീനിലെ ഭക്ഷണത്തിൽ നിന്നാണ് പുഴുവിനെ കണ്ടെത്തിയത്. ആശുപത്രി അധികൃതരും ക്യാൻറ്റീൻ ജീവനക്കാരും ഇതുമായി ബന്ധപ്പെട്ട എന്ത് വിശദീകരണമാണ് നൽകുന്നത്? എത്രത്തോളം പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു? കൊല്ലം എൻഎസ് സഹകരണ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ആശുപത്രി ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയ ഭക്ഷണമാണ് ഇന്ന് രാവിലെ, അതായത് കഴിഞ്ഞ 2 ദിവസമായി ഈ ചികിത്സയിലായിരുന്ന കരിക്കോട് സ്വദേശിയായിട്ടുള്ള അൽഫാസിന് രാവിലെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയാണ് ഭാര്യ ഇവിടെ നിന്നും ഈ ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നത്. എന്നാൽ ഭക്ഷണം കഴിച്ച് പകുതിയായപ്പോഴാണ് ഈ സാമ്പാറിൽ നിന്നും പുഴുവിനെ കണ്ടെത്തുന്നത്. പുഴുവിനെ കണ്ടെത്തിയതോടുകൂടി തന്നെ ഇവർ ക്യാൻറ്റീൻ ജീവനക്കാരെയും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരെയും ഈ കാര്യം അറിയിച്ചു. എന്നാൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായതെന്നാണ് ഈ കുടുംബം പറയുന്നത്. സംഭവത്തിൽ പോലീസിന് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. എന്തായാലും ഒരു ആശുപത്രിയിലെ രോഗികൾക്ക് നൽകുന്ന ഭക്ഷണത്തിലാണ് ഇത്തരത്തിലൊരു പുഴുവിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ഈ ചികിത്സയിലായിരുന്ന അൽഫാസിന് വയറുവേദന അനുഭവപ്പെടുകയും അതിനുള്ള മരുന്നുകൾ കഴിക്കുകയുമാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇത്തരത്തിലൊരു സംഭവം ചൂണ്ടിക്കാണിച്ചിട്ടും അതിൽ കൃത്യമായ ഒരു നടപടി എടുക്കാൻ തയ്യാറാകാതെ തങ്ങൾക്കെതിരെ സംസാരിക്കുകയാണ് ആശുപത്രി അധികൃതർ എന്നാണ് ഈ കുടുംബം പറയുന്നത്. KP. കൊല്ലത്തു നിന്നും മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.